സ്വർഗത്തിൽ 8 വാതിലിലൂടെയും അകത്തേക്ക് കടക്കാൻ ഭാഗ്യം കിട്ടുന്ന ചില പ്രത്യേകക്കാരെ റസൂലുള്ള വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഉപ്പ, ഏതെങ്കിലും ഒരു ഉമ്മ, എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രായപൂർത്തിയെത്താത്ത 3 മക്കൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, 3 എന്നൊരു ഹദീസിലുണ്ട്, 1 എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയെത്താത്ത നിങ്ങളുടെ ഏതെങ്കിലും ഒരു മകനോ മകളോ ജീവിതകാലത്ത് അവരെ നിങ്ങൾക്ക് കഫൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അവരെ നിങ്ങൾക്ക് ദഫൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭയപ്പെടേണ്ട. സ്വർഗത്തിന്റെ 8 വാതിലിലൂടെയും പ്രായപൂർത്തിയെത്താത്ത ആ സ്വർഗത്തിലെ പരിചാരകരായ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആശിച്ചു കിട്ടിയ മക്കള് മരണപ്പെടുമ്പോ ഒരു ഉപ്പ അനുഭവിക്കുന്ന സങ്കടം, ഒരു ഉമ്മ അനുഭവിക്കുന്ന സങ്കടം, ആ മക്കൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ സ്വർഗീയ കവാടത്തിൽ നിങ്ങളുടെ തുണിയുടെ കോന്തല പിടിച്ച് അകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ആ സ്വർഗത്തിലെ മക്കൾ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസത്തും മിനൽ വലദി ലം യബ്ലുഗുൽ ഹിൻസ. പ്രായപൂർത്തിയെത്താത്ത 3 മക്കളെ ഒരു ഉപ്പാക്ക് കഫൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ ഭാഗ്യവാനാണ്, ആ ഉപ്പ ഭാഗ്യവാനാണ്. ആ സബറിന് അല്ലാഹു കൊടുക്കുന്ന കൂലി. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ എന്നും തന്റെ 2 മക്കളുടെ കൈപിടിച്ച് വരുന്ന ഒരു പിതാവിനെ പ്രവാചകൻ ശ്രദ്ധിച്ചു. ഒരു ദിവസം ഒരു കുഞ്ഞിനെ കാണുന്നില്ല, ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി ചോദിച്ചു, എവിടെ നിങ്ങളുടെ ചെറിയ മകൻ? ആ ബാപ്പ പറഞ്ഞു, എന്റെ ആ മകന് മരണപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബാപ്പയോട് പറഞ്ഞെന്തറിയോ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, നിങ്ങളുടെ ആ കുഞ്ഞ് ഇല്ലാ വജത്തഹു യന്തദിറുക, നിങ്ങളെ പ്രതീക്ഷിച്ച് സ്വർഗത്തിന്റെ കവാടത്തിലുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിൽ മക്കൾ മരണപ്പെട്ട, പ്രായപൂർത്തിയെത്താതെ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കള് നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള വകയാണ് അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്.